നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അത്ര മെറ്റല്ലാത്ത കളികളാണ്. തൊട്ട് താഴെയുള്ള കളികളാണ് നോക്കാൻ പോകുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഹാളൻ്റെ, എംബാപ്പെ ഈ വരുന്ന കാർഡല്ലാണ്ട് പിന്നെ വരുന്ന കാർഡുകളെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ 6 കാർഡുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ 6 കാർഡുകളും ഡിവിഷൻ മാച്ച് കളിച്ചിട്ടുള്ള കാർഡുകളാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ 7ാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലക്കാക്കയുടെ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ പറയുകയാണെങ്കിൽ ആളത് ഫോക്സിൻ്റെ ബോക്സാണ് ആൾ പ്ലേയിങ് സ്റ്റൈൽ പറഞ്ഞത്. നിങ്ങൾ ബാറ്റിസ്റ്റ് വിട്ടുകാരൊക്കെ കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാർഡ് ഭയങ്കര എളുപ്പമായിരിക്കും. ആളെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നതാണെങ്കിൽ നല്ല ഫിസിക്കലുണ്ട്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. നിങ്ങൾ ബോർഡ് കൊടുത്താൽ ആൾ ഫിനിഷ് ചെയ്യുന്നുള്ള 99% ഉറപ്പാണ്. പക്ഷെ അതുമാതിരിയാണ് വീക്ക്നെസ് എന്ന് പറയുന്നത് ആക്സിലേഷൻ ഇത്തിരി കുറവാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഒരാളെ ഡാഷ് ചെയ്ത് ആളെ വെച്ച് കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല. കിട്ടുന്നിടത്തുനിന്ന് ഗോൾ അടിക്കുക, ഇല്ലെങ്കിൽ ഹെഡർ, അങ്ങനെ ആളുടെ സ്ട്രെങ്ത്ത് വെച്ച് കളിക്കണം. അപ്പോൾ ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ ഫോക്സിൻ്റെ ബോക്സ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ ഈ കാർഡ് ഉപയോഗിക്കുക. 6ാമത്തെ കാർഡ് വരുന്നത് ജോനന്തൻ്റെ ഈ ഒരു കാർഡാണ്. ഇത് ഗോൾ പോച്ചറാണ് പ്ലേയിങ് സ്റ്റൈൽ വരുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ത്രൂ ബോൾ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ആളുടെ ഫിസിക്കലൊക്കെ വെച്ച് ഇടിച്ച് പോയി ഗോൾ അടിക്കും. ആളുടെ ഡിവിഷൻ മാച്ചിൽ ഹാട്രിക് വരെ അടിച്ചിട്ടുണ്ട്. അത്ര നല്ല പ്ലെയറാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ത്രൂ ബോളും ക്രോസൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾ സിമ്പിളായിട്ട് ഗോൾ അടിച്ച് കയറ്റും. നിങ്ങളുടെ ഇപ്പോൾ ഹാളൻ്റോ ഇല്ലെങ്കിൽ എംബാപ്പെ മരത്തി വലിയ കാർഡുകളില്ലെങ്കിൽ ഇയാൾക്ക് എന്തായാലും ട്രൈ കൊടുക്കാം. നിങ്ങളുടെ ഉണ്ടെങ്കിൽ എന്തായാലും ഇറക്കി നോക്കണം. ഞാൻ 5ാമത്തെ കാർഡ് എന്ന് പറഞ്ഞാൽ കുക്കറേലയാണ്. ഞാൻ കുക്കറേലനെ ഈ ഒരു ചാർട്ടിൽ 5ാമത് വെച്ചു എന്നുള്ളൂ. ശരിക്കുള്ള ഫുൾ POTV കാർഡ് വരുമ്പോൾ കുക്കറേല ഇതിനാണ് മേലെയാണ്. പക്ഷേ നമ്മളിങ്ങനെ നോക്കാൻ പോണ ബാക്കി പ്ലേസ് ഇതിനാണ് പവർ ലോണാണ് ഇതിൽ 5ാമത്തെ വരണേ. കുക്കറേലിനെ പറ്റി പറയുകയാണെങ്കിൽ കുക്കറേല അടിപൊളിയാണ്. ബാക്കറിങ് വിത്ത് ഫ്രണ്ടും ഒക്കെ നൈസ് പെർഫോമൻസ് ഉള്ള കാർഡാണ്. അധികം ഈ കാർഡിനെ പറ്റി പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫിഫയിൽ എങ്ങനെയാണോ അതുമാതിരി തന്നെയാണ് ഇവിടെയും നല്ല പെർഫോമൻസ് ഉള്ള കാർഡാണ്. നല്ല പിൻ പോയിന്റ് ക്രോസിംഗ് ഉണ്ട്, നല്ലോണം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഡിഫൻസിൻ്റെ കാര്യത്തിൽ പക്കയാണ്. നല്ലോണം ബാക്കറിങ്ങിൽ നിന്ന് ബോൾ മേടിക്കും. അതേമാതിരി തന്നെ ബാക്കും ഫ്രണ്ടും അത്ര നല്ലോണം കവർ ചെയ്യണം വേറെ LB ഇല്ല POTVയിൽ നോക്കണമെങ്കിൽ ഫിഫയുടെ കാർഡുകളിൽ. ഇനി 4ാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജ് ഈ ഒരു കാർഡാണ്. മിക്ക ആൾക്കാരും ഈ കാർഡ് ഉപയോഗിക്കണം ഞാൻ കണ്ടിട്ടില്ല. റൂമിങ് ഫ്ലാങ്ക് ആണ് ആളുടെ പ്ലേയിങ് സ്റ്റൈൽ വരണേ. എന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കരുത്. ഇയാൾക്ക് AMFും കളിക്കാം, ലെഫ്റ്റ് വിങ്ങും കളിക്കാം. സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിന് നേരെ ഉള്ളിൽ കയറാണ് ആൾ ചെയ്യുക. സാധാ ബ്ലിറ്റ്സ് കളറുടെ കാർഡുണ്ട്. ഇതിന് ബ്ലിറ്റ്സ് ഇല്ലെങ്കിലും കർവ് അത്യാവശ്യം നല്ലോണം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് കർവ് ചെയ്ത് കയറ്റാം. പോരാത്തിന് ഡ്രിബിളിങ് അത്ര അടിപൊളിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3-4 പേരെ ഡ്രിബിൾ ചെയ്യാം. നല്ല എക്സലേഷൻ ഉണ്ട്. എന്തായാലും ഈ കാർഡ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇറക്കണം. പരമാവധി ഇറക്കി നോക്കാൻ നിങ്ങൾ റിസൾട്ട്സ് പറയണം. ഇനി 3ാമത്തെ കാർഡ് യമാൻലി കാർഡാണ്. നിങ്ങൾ മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ഈ കാർഡിനെ പറ്റി റിവ്യൂ ഒക്കെ ചെയ്യണത്. ഈ റിവ്യൂവിൽ പറയുന്നത് എങ്ങനെയാണോ അതുമാതിരി തന്നെയാണ് ഈ കാർഡ്. നല്ല ഡ്രിബിളിങ് ഉണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്, അടിപൊളി കാർഡാണ്. പ്ലസ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ബാക്കിൽ വന്ന് ഡിഫെൻഡ് കൂടിയും ചെയ്യും. ബാക്ക് ഡിഫെൻസിലും ഹെൽപ്പ് ചെയ്യും, അതുമാതിരി തന്നെ ഫോർവേഡിലും കളിക്കും. ബെസ്റ്റ് കാർഡാണ്. നിങ്ങളിൽ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇറക്കാതിരിക്കരുത്. യമാലിൻ്റെ ഇറക്കിയിട്ടുള്ള കുറച്ച് അടിപൊളി പവറുള്ള കാർഡിൽ ഒരു അടിപൊളി കാർഡാണിത്. ഈ 2ാമത്തെ കാർഡ് നോക്കുകയാണെങ്കിൽ ഡെമ്പേലയുടെ ഈ ഒരു കാർഡാണ്. ഈ ഒരു കാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രൊഫൈലിക് വിങ്ങറാണ് കളി. ലെഫ്റ്റ് വിങ് മാത്രമല്ല, നമുക്ക് AMFും ഇടാം. AMFിലും പ്രൊഫൈലിക് വിങ്ങർ ആയതുകൊണ്ട് കളിക്കും. എല്ലാ കാർഡുകൾക്കും പറ്റില്ല. പക്ഷേ ഈ ഡെമ്പേലയുടെ ഈ കാർഡ് സൂട്ടാവും. അപ്പോൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ എന്തായാലും എടുത്ത് നോക്കണം. സാധാരണ റേറ്റിംഗ് 101, 102 പോവുക. ഫോമും കൂടി 103 പോവും. ഇത്രയും പവറുള്ള POTV കാർഡ് വേറെ നിങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇപ്പോൾ എംബാപ്പേരെ തന്നെ കാർഡ് തന്നെ 103, 102 ഒക്കെ പോകണത് വളരെ കുറവായിരിക്കും. ഇല്ല എന്നല്ല, ഉണ്ട്. പക്ഷേ അത്രയും റേറ്റിംഗ് പറഞ്ഞൊരു കാർഡിൻ്റെ പവർ നിങ്ങൾക്ക് നോക്കിയറിയാം. അങ്ങ് അത്ര ഒരു പവറുള്ള നല്ലൊരു കാർഡാണ് ഡെമ്പേലയുടെ ഈ ഒരു കാർഡ്. നിങ്ങളുണ്ടെങ്കിൽ എന്തായാലും ഇറക്കുക. ട്രിബിളിങ് സ്പീഡിനെ പറ്റിയൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. അത്രയും അടിപൊളിയാണ്. നിങ്ങളുടെ ഉണ്ടെങ്കിൽ എന്തായാലും ഇറക്കണം. ഞായത്തെ കാർഡ് എന്ന് പറഞ്ഞാൽ ഹാരി കെയിൻ്റെ ഈ ഒരു കാർഡാണ്. മിക്ക ആൾക്കാർക്കും സൂട്ടാവില്ല, കാരണം ഡീപ്പ് പ്ലേയിങ് ഫോർവേഡാണ് വരണേ. എന്ന് ചോദിച്ചാൽ നിങ്ങൾ എടുക്കാതിരിക്കരുത്. ബെസ്റ്റ് കാർഡാണ്. ആൾക്കെല്ലാം ചെയ്യാൻ പറ്റും. ബാക്കിൽ നിന്ന് ഇറക്കി വന്ന് ഫ്രണ്ടിൽ കളി ഉണ്ടാക്കാനും ഗോൾ അടിക്കാനും എല്ലാം പറ്റും. ടോപ്പ് കാർഡാണ്. ഇപ്പോൾ ഹാരിക്കെയിൻ്റെ ബാക്കിയുള്ള കാർഡുകളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പായിട്ടുള്ള കാർഡ് എനിക്ക് ഇതാണ് തോന്നിയത്. ഇതും ഡീപ്പ് പ്ലേയിങ് ഈ ഫിഫയിൽ ഇറക്കിയ 3 കാർഡുകളുണ്ട്. എൻ്റെ 3 കാർഡും ഉണ്ട്. പക്ഷെ ഞാൻ ഇതാണ് കൂടുതൽ കളിപ്പിക്കാറ്. അപ്പോൾ ഈ 3 കാർഡും ഒരേ ലെവലാണ്. അത്ര അടിപൊളിയാണ്. നിങ്ങളിൽ ഉണ്ടെങ്കിൽ എന്തായാലും ഇറക്കണം. താൻ ഇതെടുത്തൊന്ന് ഞെക്ക് നോക്കിയാ പോരെ. എടോ, താൻ ഈ കോപ്പെടുത്ത് അവന്റെ വീട്ടിൽ നമ്പറിലേക്കോ ഞെക്കാൻ. ഈ കോപ്പ് അത് ശരി, ഇത് ഞെക്കാനാണ് പറഞ്ഞല്ലേ.